ഇന്ന് ആദ്യം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു മോം ടു ബി കേക്കാണ് കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ്. പക്ഷേ ചെയ്യാൻ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഒരു സൈഡിൽ പിങ്കും ഒരു സൈഡിൽ ബ്ലൂവും ഇങ്ങനെയായിരുന്നു ആ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് സൈഡിലും രണ്ട് കളർ വരുമ്പോൾ നമുക്ക് ഫിനിഷിങ് നല്ല ടാസ്ക്കാണ്. ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അത്ര നീറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ട് കളേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ട് കേക്ക് ആകെ കൊളായി പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊളായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ ആ ഒരു കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. റെഫറൻസ് തന്നതിനകത്ത് കേക്കിൻ്റെ മേലെ ഒരു എഡിബിൾ ഫോട്ടോ ഷീറ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ അതിന് പകരം പ്രിൻ്റ് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കേക്ക് നമ്മൾ ചെയ്യുന്നത് 8 ഇഞ്ച് പാനിലായിരുന്നു. 1 kg ആയിരുന്നു കേക്കിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട്. ഇതേപോലെ നമ്മൾ ആ ഒരു രണ്ട് ബേബീസിൻ്റെയും പ്രിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരെണ്ണം ലെഫ്റ്റും ഒരെണ്ണം റൈറ്റും റെഫറൻസിൽ പോലെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പൈപ്പിംഗ് ഡിസൈൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ബ്ലൂവും ഒരു സൈഡിൽ പിങ്കും ആയിരുന്നു. അതും നല്ല ടൈം എടുത്തിട്ട് നമ്മൾ നല്ല നീറ്റ് ആക്കിയിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡോട്ടുകൾ കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് റെഫറൻസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അത് നമ്മുടെ യാദവ് ഡെലിവറി ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്ത കേക്കിൻ്റെ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ഗ്രാസ് നോസിൽ വെച്ചിട്ടുള്ള പൈപ്പിംഗ് ഡിസൈൻസ് ആണ് കൊടുക്കുന്നത് കേക്കിൽ. അത് കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ആനിമൽസിൻ്റെ പ്രിൻ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ലുക്ക് ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഡിബിൾ ഫോണും ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ബാർബി തീമിലുള്ള ഒരു കേക്കായിരുന്നു. റെഫറൻസ് കസ്റ്റമർ ഷെയർ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ അതേപോലെ തന്നെ ആക്കി എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ കുറച്ച് നോസൽ വർക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ടോപ്പേഴ്സൊക്കെ ആയിരുന്നു ആ ഒരു കേക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ബാർബി ഡോളിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു സിമ്പിൾ കേക്കാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു കളർ മിക്സിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി. എന്നാലും റെഫറൻസ് തന്ന പോലെ ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ആദ്യം ഡെക്കറേറ്റ് ചെയ്യാനുള്ള കേക്കുകൾ. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് kg കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇത് ഈ ഒരു കാർട്ടൂൺ തീമിലുള്ള ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു കാർട്ടൂണൊക്കെ ഞാനിതുവരെ കണ്ടിട്ട് പോലും എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമ്മൾ ആ ഒരു തീമിലുള്ള ഒരു കേക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ടാറ്റ.